അപ്പോൾ ഫ്രണ്ട്സ് കുഞ്ഞു കുഞ്ഞു പണികളുണ്ട് കേട്ടോ, കുറച്ച് പണികൾ. പക്ഷെ ഇവിടെ ഒന്ന് കാണിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല കേട്ടോ. കാരണം വീട് കുറച്ച് സംഭവങ്ങളാണ് വിഷയം. കുറച്ച് തിരുമ്പാണ്ട്. പിന്നെ ഞാനൊരു സാധനത്തിനെ കാണിച്ചു തരാം കേട്ടോ. എന്റെ കുഞ്ഞു കണ്ടോ, എന്റെ കുഞ്ഞു കുഞ്ഞു അക്വേറിയമാണ്. ഇത് റാക്കിന്റെ മേലെ എന്താ കയറ്റി വെച്ചാ എന്റെ മോളുടെ ഒരു ചെറിയ മോള് ചിലപ്പോ അതിനെടുത്തിട്ടൊന്ന് ചിലപ്പോ എന്തെങ്കിലും ഒരു റിപ്പയർ ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. എന്റെ ഒരു അനിയത്തിണ്ട്, എന്ത് കൊടുന്ന് വെച്ചാലും ഞങ്ങളൊരു പുഴങ്ങി മീൻ പിടിച്ചത് അതിനെ നെരുക്കി കൊന്നു. നിങ്ങളെ വീട്ടിലുണ്ടോ ഇങ്ങനത്തെ അനിയത്തിക്കുറിപ്പുകൾ? എന്നാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതെ നെരുക്കും. അപ്പൊ അവൾ എന്തെങ്കിലും ഒപ്പിക്കും, അതുകൊണ്ടാണ് അതിന്റെ മേലെ കൊണ്ടുപോയി കയറ്റി വെച്ചത്. ഹായ് ഫ്രണ്ട്സ്, എന്തെല്ലാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നല്ലൊരു ഫ്ലവർ കണ്ടപ്പോൾ ഞാനൊന്ന് നോക്കിയതാണ് കേട്ടോ. പിന്നെ ഇതാ ഒരു പശു നിൽക്കുന്നുണ്ട്. ഇന്നത്തെ രാവിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. രാവിലത്തെ ചായക്ക് ഇന്ന് പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇന്ന് ലുബുമോൾക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എണീറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിന്ന് ഞാൻ പത്തിരിയും ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരത്തെ എണീറ്റായില്ല. പിന്നെ ഇന്ന് കർക്കിടക വാവായതുകൊണ്ട് തന്നെ സ്കൂളൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് മദ്രസയിൽ എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ എണീറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പത്തിരിയും ചിക്കൻ കറി മക്കളുടെ ഒക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇക്ക ഒരു മരിപ്പുണ്ടായിരുന്നു, അവിടെ പോയിണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചായ കുടിച്ചിട്ടാവാം ബാക്കി പരിപാടി എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതാ മദ്രസത്തെ എക്സാം എല്ലാം കഴിഞ്ഞു. ലുബുമോള് വന്ന് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഫ്രണ്ടിൻ്റെ സൈക്കിൾ ഓടിച്ചിട്ട് നടക്കുകയാണ് കേട്ടോ. ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ സൈക്കിളൊക്കെ ഓടിച്ചിട്ട് കളിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടാണ്. അവൾക്ക് അറിയുന്നതല്ല, അവൾ ഓൺലൈൻ ക്ലാസ്സിലാണ്. അവൾക്ക് പരീക്ഷ തുടങ്ങിയിട്ടില്ല. എൻ്റെ പരീക്ഷ ഓക്കെ, അപ്പം നമുക്ക് കാണാം. അവൾക്കറിയില്ല ഞാൻ പറഞ്ഞു. അങ്ങനെ ഫ്രണ്ട്സ്, ഞാൻ ഉച്ചക്കുള്ള ലഞ്ചിനുള്ള റെഡിയാക്കണം കേട്ടോ. മക്കളൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഇതാ കണ്ടില്ല, പെട്ടെന്ന് ഭയങ്കര ടേസ്റ്റുള്ള ഒരു മത്തിപ്പൊളി വെച്ചതാണ് കേട്ടോ. അതായത് എണ്ണ ഒന്നും ഇട്ടിട്ട് വയറ്റാണ്ട്, സബോളയും തക്കാളിയും വയറ്റാണ്ട് വെറുതെ അങ്ങനെ എല്ലാം അരിഞ്ഞിട്ടിട്ട് പച്ച വെളിച്ചെണ്ണയും നല്ല പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെക്കുന്നതാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് കയറുകയും ചെയ്യും, നല്ല ടേസ്റ്റാണ് കേട്ടോ. ജോലിഭാരം കുറയും. പിന്നെ ഉള്ളത് കോവക്ക ഉപ്പേരിയാണ് കേട്ടോ. കോവക്ക കുറച്ച് പഴുപ്പ് ഉണ്ടായിരുന്നു, പുറത്തേക്കൊന്നും കണ്ടിരുന്നില്ല. കട്ട് ചെയ്ത് വന്നപ്പോഴേക്കും എല്ലാ കോവയ്ക്കും പഴുത്തുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കോവക്ക ആയതുകൊണ്ട് പിന്നെ നമ്മളെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അത് കഴിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ തക്കാളിയും പച്ചമുളകും സവോളയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേഗം കുക്കറിലിട്ടിട്ട് 2 വിസിലാക്കിയ ആ കോവയ്ക്കും സെറ്റാവും. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങി നീച്ചിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒന്ന് എണീറ്റ് പിന്നെയും മക്കൾ സൈക്കിൾ കൊണ്ട് ഇങ്ങനെ കളിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബായ്.